നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് നെയ്യപ്പം നല്ല പൊങ്ങി വരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട്. പച്ചരി നമ്മൾ 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം, എന്നാലാണ് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇത് വെള്ളത്തിലിട്ടിട്ട് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഒരു മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ പച്ചരി അരച്ചെടുക്കുന്നത് കേട്ടോ. അതേപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 4 ഏലക്കായും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 4 ശർക്കര എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടി ആവശ്യത്തിനായിട്ട് ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതേപോലെ അരി അരക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ നാളികേരത്തിൻ്റെ കൂടെ തന്നെ 4 ചുവന്നുള്ളിയും കൂടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് കറക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല പോലെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ രാവിലെ നമ്മൾ അരച്ചെടുക്കുകയെന്ന് വെച്ചാൽ വൈകുന്നേരം എടുത്ത് ഉണ്ടാക്കുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ രാത്രി അരച്ച് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നേരത്തെ രാവിലെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാത്രി അണിച്ചിട്ട് പുളിക്കൊന്നുമില്ല, നല്ലപോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അല്ലാതെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ അതിന് അത്യാവശ്യ സമയത്ത് മാത്രം നമ്മൾ ചേർക്കാവുന്നുള്ളൂ. എല്ലാ സമയത്തും ഇതൊന്നും ചേർത്തിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ മാവ് 6 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ. എന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇത് നല്ല പോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നല്ല എണ്ണ തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് പൊങ്ങി വരുന്നത് ഇത് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും.
ഞാൻ തയ്യാറാക്കിയ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതേവരെ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.